ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാറുണ്ട്. വി എസ് അതായിരുന്നു, വി എസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഒരിക്കലും മരിക്കാത്ത പോരാളിയാണ് വി എസ്, ഒരിക്കലും ആർക്കും മറക്കാനാകാത്ത പോരാളിയാണ് വി എസിന്റെ. ഈ വിലാപയാത്ര പോകുന്ന വാഹനത്തിൽ നിന്ന് നമ്മോടൊപ്പം മന്ത്രി പി പ്രസാദ് ചേരുന്നു. എങ്ങനെയാണ് വി എസിനെ അങ്ങ്? വി എസ് കേരളത്തിലെ പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തെ പൊതു രാഷ്ട്രീയത്തിന്റെ അജണ്ടയിലേക്ക് ചേർത്ത് വെച്ച മനുഷ്യനാണ്. നമ്മൾ അതുവരെയും പരിസ്ഥിതി പ്രശ്നങ്ങളെന്നാൽ കേവലമായ കുറച്ച് ആളുകളുടെ മാത്രം പ്രശ്നങ്ങളായിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ ജനകീയ പ്രശ്നമാക്കി അതിനെ മാറ്റിത്തീർത്ത സഖാവ് വി എസിന്റെ ഇടപെടലുകളാണ്. അപ്പോൾ രാഷ്ട്രീയ കേരളം ഏറ്റവും ഗൗരവതരമായി ഉയർത്തേണ്ട പ്രശ്നങ്ങളെ സഖാവ് വി എസിന്റെ ഇടപെടലിലൂടെയാണ് അന്ന് കേരളത്തിൽ ഉയർത്തപ്പെട്ടത്. അത് സമാനതകളില്ലാത്ത ഒരു നേതൃത്വമായിരുന്നു അത് ഇന്നും ഒരു ജനതയിൽ ആവേശമാണെന്നുള്ളതാണ് ഇവിടെ അടിച്ചുകൂടുന്ന ഈ ചെറുപ്പക്കാരുടെ നിലയെ കാണിക്കുന്നത്. വി എസിന് 6 കൊല്ലമായിട്ട് ലൈവിൽ ഇല്ലെന്നാണ് പറയാം. പക്ഷെ എന്നാൽ നമുക്ക് ഇവിടെ 20 വയസ്സ്, 22 വയസ്സ്, 20 വയസ്സുള്ള 10,000-കണക്കിന് ചെറുപ്പക്കാരാണ്, പെൺകുട്ടികളടക്കമുള്ളവർ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേരുന്നത്. അപ്പോൾ ഏതൊക്കെ തലമുറകളോടാണ് സഖാവ് വി എസ് സംവദിച്ചത് എന്നുള്ള ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന ഈ കാഴ്ചകളെല്ലാം. രാഷ്ട്രീയത്തെ പറ്റി അങ്ങ് പറഞ്ഞു, ഒരുപാട് സമരങ്ങളിൽ അങ്ങ് അത്തരം കാര്യങ്ങളിൽ കൂടി അങ്ങേക്ക് നേരിട്ട് ഇടപെടൽ വന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ആറന്മുള, ചെമ്പൻമുടി പോലുള്ള സമരങ്ങൾക്കകത്ത് സഖാവ് വി എസ് ഞങ്ങൾക്ക് പകർന്നു നൽകിയ ഊർജ്ജം ചെറുതായിരുന്നില്ല. അത്രമേൽ ഞങ്ങൾ ആ ഊർജ്ജത്തിന്റെ ആവേശത്തിന്റെ അനുഭവത്തിൽ ഞങ്ങൾ നിന്നവരാണ്. അതേപോലെ അനധികൃതമായ നിലനികത്തകൾക്കെതിരായിട്ടും നമ്മുടെ വനം വെട്ടിനശിപ്പിക്കുന്നതിനായിട്ടും പുഴകളും നദികളും കയ്യേറുന്നതിന് നശിപ്പിക്കുകയൊക്കെ എതിരായിട്ട് വി എസ് ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയം പരിസ്ഥിതി രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പൊതു രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കിയെന്നുള്ളതാണ് വി എസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം. സമാനതകളില്ലാത്തൊരു നേതൃത്വമാണ് അതിലൂടെ സഖാവ് വി എസ് ഈ കേരളത്തിന് കാഴ്ചവെച്ചത്. വി എസ് മരിക്കുന്നില്ല എന്നാണ് മുദ്രാവാക്യം. വി എസിന്റെ മുദ്രാവാക്യങ്ങളും മരിക്കാത്തതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വി എസിന്റെ മുദ്രാവാക്യം മരിക്കുകയില്ല. കാരണം അത് ജനകീയ പ്രശ്നങ്ങളാണ് വി എസ് ഉയർത്തുന്നതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങളായി വി എസ് മാറ്റുകയായിരുന്നു. അതിൽ നിന്ന് അല്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായതുമില്ല. അത് കേരളത്തിൽ ഒരു സമാനതയില്ലാത്തൊരു സമര മുന്നേറ്റത്തെ കേരളത്തിൽ സാധ്യമാക്കാൻ സഖാവ് വി എസിനെ കൊണ്ട് കഴിഞ്ഞു. മരണമില്ലാത്ത നേതാവാണ് വി എസ്, മരണമില്ലാത്ത മുദ്രാവാക്യങ്ങളാണ് വി എസ് ഉയർത്ത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് മരണമില്ലെന്ന് അണികൾ ഇങ്ങനെ പറയുന്നത്. അണികൾ വെറും മുദ്രാവാക്യങ്ങൾ വിളിച്ച് പറയുന്നത് മാത്രമല്ല നമ്മൾ കാണുന്നത്. ഇങ്ങനെ തിരമ്പുകയാണ്, ഇങ്ങനെ ആളുകൾ പാഞ്ഞെടുക്കുകയാണ് വി എസിനെ ഒരു നോക്ക് കാണാൻ. അദ്ദേഹത്തിന് ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ ജനക്കൂട്ടം, പ്രായഭേദമന്യേ കുട്ടികൾ, പ്രായമുള്ളവ, സ്ത്രീകളൊക്കെ ഇവിടേക്ക് അക്ഷരാർത്ഥത്തിൽ ഒഴുകുകയാണ്. ഓരോ സ്വീകരണ കേന്ദ്രത്തിലെയും കാഴ്ച ഇതാണ്. രക്തപുഷ്പങ്ങൾ, റോസാപുഷ്പങ്ങൾ വി എസിന് അർപ്പിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ പ്രിയ നേതാവിനെ അങ്ങനെ യാത്രയാക്കുകയാണ്. അനന്തപുരിയുടെ സമര ചരിത്രത്തിൽ, അനന്തപുരിയുടെ രാഷ്ട്രീയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നിരവധി സമര പോരാട്ടങ്ങൾക്ക്, നിരവധി ഇടപെടലുകൾക്ക് നേതൃത്വം നൽകിയ ആളാണ് വി എസ്. ആ വി എസിനെയാണ് ഇങ്ങനെ ജനക്കൂട്ടം യാത്രയാക്കുന്നത്. അത്രയധികം പ്രാധാന്യത്തോടെ ജനക്കൂട്ടം യാത്രയാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ ബി ജോയ് അങ്ങ് ഒരുപാട് വി എസിനോട് തിരുവനന്തപുരം ജനതയ്ക്കുള്ള പ്രത്യേക കടപ്പാടാണ് ഇതിൽ പ്രകടമാകുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടി ഈ വിലാപയാത്ര കാണാനും ഒരു പുഷ്പമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനും വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാവരെയും ഒന്ന് കാണിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തന്നെ 5 മണിക്കൂർ വൈകിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. സ്വീകാര്യം കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ആലപ്പുഴ എത്തണം, വലിയ പ്രശ്നമാണ്. എന്തായിരുന്നാലും തിരുവനന്തപുരം പൗരാവലി വി എസിന് നൽകിയ ഏറ്റവും വലിയ ആദരവാണ് ഇത് എന്നുള്ള കാര്യത്തിൽ 100% സംശയമില്ല. പതിറ്റാണ്ടിലേറെ അദ്ദേഹത്തിന്റെ കർമ്മഭൂമി കൂടിയായിരുന്നു ഈ അതെ, ശരിയാണ്. 6 പതിറ്റാണ്ടിലധികം അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായിരുന്നു ഈ തിരുവനന്തപുരം. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ കാണുന്നത്. 6 പതിറ്റാണ്ട് വി എസിന്റെ കർമ്മഭൂമിയായിരുന്നു തലസ്ഥാനം. ആ കർമ്മഭൂമിയിലൂടെ വി എസ് ഇന്ന് അന്ത്യയാത്ര പോകുമ്പോൾ ഈ ജനക്കൂട്ടത്തിന്, ഈ പാർട്ടി പ്രവർത്തകർക്ക്, ആരാധകർക്ക് ഇതിൽ കുറഞ്ഞൊരു യാത്രയപ്പ് അദ്ദേഹത്തിന് നൽകാൻ കഴിയില്ല. അത്രയധികം കണ്ണു നിറഞ്ഞ് കണ്ടമിടറി ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നു. തങ്ങളുടെ പ്രിയ നേതാവിന് യാത്രയപ്പ് നൽകുന്നു. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. സംസ്ഥാന സെക്രട്ടറികളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. മന്ത്രിമാരുണ്ട്. അവരൊക്കെ ഈ അക്ഷരാർത്ഥത്തിൽ വി എസിന് യുവതലമുറയുടെ ഈ ഒരു റെഡ് സല്യൂട്ട് കണ്ട്, ആദരവർപ്പിക്കൽ കണ്ട് നിൽക്കുകയാണ്. എങ്ങനെ തോന്നുന്നു വി എസിനോടുള്ള ജനക്കൂട്ടത്തിന്റെ, പ്രത്യേകിച്ച് ഈ യുവാക്കളുടെയൊക്കെ ഒരു ആവേശം? വലിയ കേരളത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും. വി എസിനോടുള്ള ജനങ്ങളുടെ വൈകാരികമായ അടുപ്പം, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള സ്നേഹം എല്ലാം പ്രകടമാകുന്ന ഒന്നാണ്. എല്ലാ വിഭാഗ ആളുകളും, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ
നാനാതുറയിലുള്ള ആളുകൾ വന്നു. ഇപ്പോൾ ഏകദേശം 4-5 മണിക്കൂറായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറപ്പെട്ടിട്ട് വാഹനം നീങ്ങാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് ജനങ്ങളാകെ തിങ്ങിക്കൂടിയിരിക്കുന്നത്. അപ്പോൾ അത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങൾ എത്രമാത്രം ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിട്ടു എന്നതിന്റെ പ്രതിഫലനമായി തന്നെ ഇതിനെ കാണാൻ നമുക്ക് കഴിയും. അദ്ദേഹം ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് ഇതിനൊരു കാരണം, ഈ ഒരു സ്വീകാര്യതയ്ക്ക് കാരണം, ഈ ഒരു ജനങ്ങളുടെ ആവേശത്തിന് കാരണം. പുത്തലത്ത് ദിനേശൻ അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് അദ്ദേഹം തുടക്കം മുതൽ യാത്രയിലുള്ള ആളാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു ജനങ്ങളുടെ ഒരു ആവേശവും ബി എസിനോടുള്ള താല്പര്യവും? കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ബി എസ് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന് എത്ര വലിയ അംഗീകാരമാണ് കേരളത്തിലെ ജനത നൽകുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആപാലവൃദ്ധം ജനങ്ങളും അടുത്തുകൂടി രീതിയിൽ അത്രയേറെ സ്നേഹത്തോടെ ബി എസിനെ കണ്ടിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് വേണ്ടിയുള്ള ബി എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ജനകീയ അംഗീകാരമാണ് ഈ യാത്രയിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സലാം, ആലപ്പുഴയെ വലിയ ഒരുക്കങ്ങളൊക്കെ നേരത്തെ പാർട്ടി അവിടെ നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ ആ ക്രമീകരണങ്ങളൊക്കെ പാളിപ്പോകില്ലേ? ആ സമയത്ത് അവിടെ എത്താൻ കഴിയും? നമുക്ക് രാത്രി എത്തുന്ന പ്രതീക്ഷിച്ചു, പക്ഷേ ഇപ്പോൾ രാവിലെ വെളുപ്പിനെ എത്തുന്ന നിലയിലേക്കാണ് ഇതിന്റെ സമയത്തിന് വ്യത്യാസം വന്നിരിക്കുന്നത്. എന്തായാലും പുന്നപ്രയും ആലപ്പുഴയും എല്ലാം ബി എസ് സ്വീകരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന സാഹചര്യമാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ബി എസ് പുന്നപ്രയുമായി അത്രയേറെ ബന്ധം നിങ്ങൾക്കറിയാം. ബി എസിന്റെ അവസാനത്തെ പൊതുപരിപാടി പുന്നപ്ര സമരഭൂമിയിലായിരുന്നു 2019. അതിനുശേഷം ആണ് ബി എസ് അസുഖം ബാധിച്ച് പോകുന്ന സാഹചര്യം വന്നത്. നിശ്ചയമായി ഈ ഒരു യാത്ര എന്ന് പറയുന്ന നെഞ്ചുലയ്ക്കുന്ന ഒരു യാത്രയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടേതായിട്ടൊരു വൈകാരികമായ അനുഭവം പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയാണെങ്കിൽ ബി എസ് സ്വന്തം ആലപ്പുഴയിൽ എന്തായിരിക്കും ജനങ്ങളുടെ ഒരു വികാരവും ആവേശവും? തീർച്ചയായും ആലപ്പുഴയിലെ കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ തൊഴിലാളി വിഭാഗത്തെ അണിനിരത്തിക്കൊണ്ടാണ് ബി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് രൂപപ്പെട്ടത്. നിശ്ചയമായും ആ വലിയ തൊഴിലാളി സമരത്തിന് ഉൽപ്പന്നമായ പുന്നപ്രയുടെ സന്തതിയായ പ്രിയപ്പെട്ട ബി എസിനോട് സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ വൈകാരികത പ്രകടിപ്പിക്കുന്ന ഇടം തന്നെയാണ് ആലപ്പുഴയും പുന്നപ്രയും. പുന്നപ്രയുടെ സമരനായകനാണ്, വയലാറിന്റെ വീരപുത്രനാണ് ബി എസ്. ആ നാട്ടിലേക്കാണ് അദ്ദേഹം മടങ്ങുന്നത്. മടക്കമില്ലാത്ത യാത്ര അവിടേക്കാണ്. സ്വാഭാവികമായും തിരുവനന്തപുരം ഇങ്ങനെയാണ് ബി എസിന്റെ യാത്രയോട് പ്രതികരിക്കുന്നതെങ്കിൽ എന്താകും ആലപ്പുഴയിലെ ജനങ്ങളുടെ വികാരമായി, എന്താകും ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളുടെ പ്രതികരണമെന്ന് കണ്ടറിയണം. അത്രയധികം ആവേശമാണ്. ഒരു ഇഞ്ച് വാഹനം മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത തരത്തിൽ അക്ഷരാർത്ഥ ജനക്കൂട്ടം ആർത്തിരമ്പുകയാണ്. ഓരോ ഇടത്തും, ഓരോ ഇഞ്ചിനും, ഓരോ അടിയും ആൾക്കൂട്ടം കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ നേരിൽ കാണാൻ, പ്രിയ നേതാവിന് അഭിവാദ്യം അർപ്പിക്കാൻ. ഇങ്ങനെ ജനക്കൂട്ടം ഒഴുകുകയാണ്, അക്ഷരാർത്ഥത്തിൽ ഒഴുകുകയാണ്. ബി എസ് എന്ന ജനനേതാവ് തന്റെ കർമ്മഭൂമിയായ 6 പതിറ്റാണ്ട് 1967 അദ്ദേഹം അമ്പലപ്പുഴ MLA ആയി തിരുവനന്തപുരത്തേക്ക്, അനന്തപുരിയിലേക്ക്, തിരുവനന്തപുരം നിയമസഭയിലേക്ക് ആദ്യം എത്തുന്നത്. അന്ന് തൊട്ട് ഇങ്ങോട്ട് ബി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ്. അദ്ദേഹം പല പ്രതിസന്ധികൾ അതിജീവിച്ച നേതാവാണ്. പക്ഷെ ഒരു പ്രതിസന്ധിക്കും തളർത്താൻ കഴിയാത്ത പോരാളിയാണ്. അദ്ദേഹത്തെ അത്രയധികം ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അത്രയധികം ജനങ്ങൾ വിശ്വാസപൂർവ്വം എടുത്തിരുന്നു. അതിന് തെളിവായി തന്നെ മാറുകയാണ് വി എസ് എന്ന രണ്ടക്ഷരത്തിന്, വി എസ് എന്ന രാഷ്ട്രീയ നേതാവിന്, വി എസ് എന്ന വിശ്വാസ്യതയുടെ ആൾരൂപത്തിന്, വി എസ് എന്ന സാധാരണക്കാരുടെ, പാവങ്ങളുടെ പടത്തലവന് ജനങ്ങൾ നൽകുന്ന ഈ യാത്രയപ്പ്. അശ്വതി, ഒരു നേതാവ് എങ്ങനെയാകണം എന്നതിന് വലിയ ഉദാഹരണമായി വി എസ് ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ വി എസിന്റെ വിലാപയാത്രയും ചരിത്രമാവുകയാണ്. അത്രത്തോളം ആളുകൾ ഓരോ ഇടത്തും എത്തുന്നു. വി എസിന് ഒരു നോക്ക് കാണാനും മുഷ്ടി ചുരുട്ടി അദ്ദേഹത്തിന് മുദ്രാവാക്യം അവസാനമായി നൽകുന്നതിനും വേണ്ടി കണ്ണേ കരളെ വി എസ് എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവ്. ഇതുവരെയും ഇത്രത്തോളം ചേർത്ത് നിർത്തിയ ഒരു നേതാവ് അത് വി എസ് അല്ലാതെ മറ്റാരും ഉണ്ടാകില്ല. കാരണം ആ മുദ്രാവാക്യത്തിലുണ്ട് ഒരു പൊതുപ്രവർത്തകനായി ഇത്രയും വർഷം 7 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനം, ആ 7 പതിറ്റാണ്ടിൽ ഇത്രയധികം ജനങ്ങൾ ചേർത്ത് വെച്ചത് അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ, അദ്ദേഹത്തിൻ്റെ സമരരീതി, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ തന്നെയായിരുന്നു. ഒരു വടിവൊത്ത പ്രസംഗങ്ങൾക്കപ്പുറത്തേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിച്ച വി എസ്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച വി എസ്. ഏത് സമരങ്ങളായാലും ആ സമരത്തിൻ്റെ ആവശ്യം കണ്ട് അത് പാർട്ടിക്കപ്പുറം അത് ജനങ്ങൾക്ക് എങ്ങനെയാണത് ഉപകാരപ്രദമാകുന്നത്, ഏത് രീതിയിലാണ് അവിടെ പ്രതികരിക്കേണ്ടത് എന്ന്
സ്വന്തമായി നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അവസാനം വരെ ആ സമരം ആവശ്യം നേടിയെടുക്കുന്നത് വരെ അവസാനം വരെയും ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവാണ് ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് പോകുന്നത്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ ഇങ്ങനെയാണ് ജനക്കൂട്ടമെങ്കിൽ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. ഇന്ന് രാത്രി അവിടേക്ക് എത്തി പൊതുദർശനമൊക്കെ പ്രതീക്ഷിച്ചതാണെങ്കിലും ഇപ്പോൾ 2:30-ക്ക് തുടങ്ങിയ വിലാപയാത്ര 4 മണിക്കൂർ പിന്നിടുമ്പോഴും അധിക ദൂരം താണ്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ കരഞ്ഞുകൊണ്ടാണ് പ്രായമായവരൊക്കെ ഈ വിലാപയാത്രയെ നോക്കി നിൽക്കുന്നത്, കാത്തു നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ വിലാപയാത്ര പാങ്ങപ്പാറയിലൂടെ കടന്നു പോവുകയാണ്. ഇനി കാര്യവട്ടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സന്ധ്യ മയങ്ങുന്നു, പക്ഷേ ഇനിയും ദൂരം ഒരുപാട് താണ്ടാനുണ്ട്. നമുക്കറിയാം, ചെങ്കൊടിയേന്തി ഇരുവശവും കാത്തു നിൽക്കുന്ന ആളുകളെ എങ്ങനെയാണ് അവരെ ഒന്ന് കാണിക്കാതെ VS-നെ കൊണ്ടുപോവുക എന്ന് നേരത്തെ മന്ത്രി രാജീവ് ചോദിച്ചതുപോലെ നിരവധി ആളുകൾ ഇപ്പോഴും ആ വിലാപയാത്രയെ അനുഗമിച്ച് ആ ബസ്സിന് ഒപ്പം VS-നെ വിടാൻ സാധിക്കില്ല, VS-നെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം മുഴക്കി നീളുന്ന ആ കാഴ്ചയാണ്, നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലിയ നിര, എപ്പോഴും പ്രായം തളർത്താത്ത നേതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് എന്തുകൊണ്ട് എന്നുകൂടി എടുത്തു പറയണം. കാരണം പുതുതലമുറ പോലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, VS-നെ കുറിച്ച് കേട്ട് മാത്രം പരിചയമുള്ള പുതുതലമുറ പോലും അവസാനമായി ഞങ്ങൾക്ക് VS-നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് റോഡിനിരുവശവും നിന്ന് റോസാപ്പൂക്കൾ അർപ്പിക്കുന്ന ആ കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ കാര്യവട്ടത്തേക്ക് വിലാപയാത്ര കടക്കുകയാണ്. എന്ത് തീരുമാനിച്ചാലും അത് നടപ്പിലാക്കുന്ന ഒരു നേതാവ്. നേരത്തെ അദ്ദേഹത്തിൻ്റെ സാരഥിയായിരുന്ന സുന്ദരൻ പറഞ്ഞതുപോലെ 98-ാം വയസ്സിലാണ് അദ്ദേഹം ഹിന്ദി പഠിച്ചത് എന്ന്